പരസ്യ അധിക്ഷേപങ്ങളുടെ പേരിലാണ് എൻ പ്രശാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. സസ്പെൻഷൻ കാലത്തും പരസ്യ വിമർശനം തുടരുകയും മേലുദ്യോഗസ്ഥർക്കെതിരെ പരിഹാസം തുടരുകയും ചെയ്തതോടെയാണ് നടപടി വീണ്ടും നീട്ടിയതെന്നാണ് വിവരം. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതോടെ വിവാദങ്ങൾക്ക് ചൂടേറുകയാണ്. ഇതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം IAS തലപ്പത്ത് പോര് രൂക്ഷമായി. അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന A. ജയതിലകനെതിരെയായിരുന്നു എൻ പ്രശാന്തിന്റെ ആരോപണങ്ങൾ. ഇപ്പോൾ അദ്ദേഹം ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നു. ഇപ്പോൾ സസ്പെൻഷനിൽ കഴിയുന്ന എൻ പ്രശാന്ത് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി ജയതിലകനെ അപമാനപ്പെടുത്തുകയാണ്. തന്റെ സസ്പെൻഷന് പിന്നിൽ എന്താണ് നടന്നതെന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സസ്പെൻഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും വിവരാവകാശ പ്രകാരം തനിക്ക് ലഭിച്ചെന്നും ആരൊക്കെ എന്തൊക്കെ എഴുതിയെന്നും ആരൊക്കെ തിരുത്തിയെന്നും പുറത്തുവരുമെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. മറ്റൊരു തൊഴിൽ മേഖലയിലും ലഭിക്കാത്ത തിരുവാക്കി എതിർവായില്ലായ്മ എന്ന അവസ്ഥ ഡോക്ടർ ജയതിലകിന് ആര് പതിച്ചു നൽകിയെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു. എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: സാധാ നിയമ ബിരുദധാരികളായ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അതിസങ്കീർണമായ പ്രത്യേക നിയമ പരിരക്ഷ ഭാരതത്തിൽ ഡോക്ടർ ജയതിലകിന് മാത്രം ലഭിക്കുന്നത് ഒന്നാണ്. ഫേസ്ബുക്കിൽ എന്നെ പറ്റി നല്ലതേ എഴുതാവൂ, അല്ലെങ്കിൽ സർക്കാർ ചെലവിൽ ഉപദ്രവിക്കും എന്ന പ്രത്യേക പവർ മറ്റൊരു തൊഴിൽ മേഖലയിലും ലഭിക്കാത്ത തിരുവാക്കി എതിർവ എന്ന അവസ്ഥ ഡോക്ടർ ജയതിലകന് പതിച്ചു നൽകിയത് ആര് ഉത്തരവിറക്കി? ഫയലിൽ ആര് എങ്ങനെ എന്ത് എഴുതി? അറിവ്, വിദ്യാഭ്യാസം, നീതിബോധം, സത്യസന്ധത, ആർജവം ഇതൊക്കെ ഫയലിൽ വാരി വിതറുന്നത് എങ്ങനെ എന്ന് ഫയൽ കുറിപ്പുകളിലൂടെ കാണാം. ആരാണീ ഭരണ സംവിധാനം എന്ന ബ്ലാക്ക് ബോക്സിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കുന്നത്? ആരെന്തെഴുതി? ആരെ തിരുത്തി? ആര് മാറ്റി എഴുതി? ആര് എഴുതിയത് വിഴുങ്ങി? എന്തിന്? ഒരു സർക്കാർ ഫയലിന്റെ പകർപ്പ് കയ്യിൽ കിട്ടിയാൽ എങ്ങനെ അത് മനസ്സിലാക്കാം എന്നും പറയാം. സാധാരണക്കാർ നിത്യേന നേരിടുന്ന അധികാര ദുർവിനിയോഗം പ്രോമാക്സിനെ എങ്ങനെ വ്യക്തിഗത ഉത്തരവാദിത്വത്തിലേക്ക് നിയമപരമായി എത്തിക്കാം? വെറും ഒരു ഗുമസ്ഥാനം എന്ന എന്നെ സസ്പെൻഡ് ചെയ്ത ഫയലിലെ വിവരങ്ങൾ എന്ത് പൊതുതാൽപര്യം? എന്നാൽ ഫയലിലെ താളുകളിൽ കാണാം എന്ന് ഒരാൾക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചാൽ മാത്രം വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടികളും ഫയലിലെ പ്രസക്ത ഭാഗങ്ങളും ഇവിടെ പൊതുജനസമക്ഷം വെക്കാം. പക്ഷേ നിർബന്ധിക്കണം. NBI കുറിച്ചിട്ടുള്ളത്: ഒരു കാരണവശാലും ഇതൊന്നും പൊതുജനം അറിയല്ലേ, നാറ്റിക്കല്ലേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നിർബന്ധവുമില്ല എന്ന് രേഖപ്പെടുത്താം. ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എങ്ങനെയാണ് പ്രശ്നങ്ങളുടെ വഴി എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. പക വീട്ടണം എന്നുള്ള ഒറ്റ പോയിന്റ്. ഈ പക എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. അവിടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. എൻ്റെ ഫയൽ നോട്ടിങ്ങുകളിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. മിനിസ്റ്ററാണ് ഗവൺമെന്റ്. അദ്ദേഹത്തിന് ഇതിൽ ഏത് നോട്ട് വേണമെങ്കിലും എടുക്കാം. താഴെ അണ്ടർ സെക്രട്ടറി എഴുതിയ നോട്ടാണ് അപ്രൂവ് ചെയ്യുന്നതെങ്കിൽ അത് ആണ് അപ്രൂവ്ഡ്. ബാക്കി മേളിലുള്ളവർ എഴുതി എല്ലാം പോയി. അതിൽ മേളിലുള്ളവർ ഈഗോ അടിച്ചിട്ട് കാര്യമില്ല. മനുഷ്യർക്ക് ബോധ്യം അതായതുകൊണ്ടാണ്, അത് ആ രീതിയിൽ വ്യക്തമായി എഴുതിയത് കൊണ്ടാണ്. അതാണോ ഈഗോയുടെ കാരണം? അനവധി തവണ അത് ചീഫ് സെക്രട്ടറിയുടെ ഉൾപ്പെടെ മീറ്റിങ്ങുകളിലും ചീഫ് സെക്രട്ടറി ഫയൽ എനിക്ക് നേരിട്ട് അയച്ച അഭിപ്രായം ചോദിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ രേഖയിലുള്ളതാണ്. ഇത് ജയതിലകനെ അസ്വസ്ഥനാക്കി എന്നാണ് താങ്കൾ പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ ഒരു കാലഘട്ടത്തിലേക്ക് എൻഡിൽ എത്തുമ്പോഴേക്കും വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും എനിക്ക് ഫയൽ തരാതിരിക്കാൻ വേണ്ടി ഒരു നോട്ട് ഇറക്കുക വരെ ചെയ്തതാണ്. നോട്ട് ഇറക്കിയിട്ട് ഫയൽ റൂട്ടിംഗ് സിസ്റ്റം മാറ്റാൻ പറ്റുമോ? ഫയൽ റൂട്ടിംഗ് മിനിസ്റ്ററുടെ അപ്രൂവലോടുകൂടെ ഇറക്കുന്നതല്ലേ. നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ്സിനും സെക്രട്ടേറിയറ്റ് മാനുവലിനും ഒക്കെ ഒരു വിലയില്ലേ. അത്രയും കൂടെ ആയതിനു ശേഷമാണ് ഞാൻ ചീഫ് സെക്രട്ടറിയെ കണ്ട് റിക്വസ്റ്റ് ചെയ്തത് എനിക്ക് അവിടെ നിന്ന് മാറണമെന്ന്. നമ്മൾ പുറത്തെവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി മറ്റാ സമയം ഉന്നതിയുടെ ചാർജ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പോകുന്ന സമയത്ത് OD എന്ന് മാർക്ക് ചെയ്യാണ്, അതർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാണ്. ഇത് ഡോക്ടർ ജയതിലക് അപ്രൂവ് ചെയ്യാതെ എനിക്ക് 2 മാസം ശമ്പളം മുടങ്ങിയെന്നു. ഇതൊക്കെ നടന്ന കാര്യമാണ്. 2 മാസം ഞാൻ ഓടിയാണെന്ന് പണിയെടുത്തിട്ട് ശമ്പളം കിട്ടിയിരുന്നില്ല. ഞാൻ അത് ചീഫ് സെക്രട്ടറി എടുത്ത് പറഞ്ഞിട്ട് അന്നത്തെ ചീഫ് സെക്രട്ടറിയാണ് അവസാനം നേരിട്ട് അദ്ദേഹം അപ്രൂവ് ചെയ്താണ് ഈ വൃത്തികേടിനൊരു ശമനം വന്ന് വരുന്നത്. ചീഫ് സെക്രട്ടറി ബോധ്യപ്പെട്ടിരുന്നോ ഇഷ്യൂ? പിന്നെ
ഇതൊക്കെ രേഖയുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഒന്ന് മാറ്റം ചോദിക്കുന്നത്. ഒരു ഹരാസ്മെന്റ് ലെവലിലേക്ക് ബോസ് പെരുമാറാൻ തുടങ്ങും. നമ്മൾ പണിയെടുക്കാൻ പറ്റണ്ടേ? നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിന് എക്സ്പ്ലനേഷൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ശല്യം ചെയ്യാണ്. മാത്രമല്ല, ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, 18 വർഷത്തെ സീനിയോറിറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിലിരിക്കുന്ന ആളാണ്. മേഴ്സിക്കുട്ടിയമ്മ മാഡമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതൊക്കെ പൊതുവെയുള്ള നെറേറ്റീവുകൾ വരുന്നതാണ്. സത്യത്തിൽ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ അവർക്ക് എന്നെപ്പറ്റി ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും അവസരം കിട്ടിയാൽ എനിക്ക് നേരിട്ട് അത് കണ്ട് ബോധ്യപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് ഞാനിത് എൻ്റെ തെറ്റിദ്ധാരണ തീർക്കാം എന്ന് പറഞ്ഞ് പോകുന്ന നേച്ചർ അല്ല എൻ്റെത്. അത് അഹങ്കാരം കൊണ്ടൊന്നും അല്ല. ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പാണ് മാഡത്തിന് അത് ബോധ്യപ്പെടുന്നു. കാരണം ഞാൻ എൻ്റെ പ്രൊഫഷൻ ശ്രദ്ധിച്ച് പോവുകയല്ലാതെ എനിക്ക് വേറെ യാതൊരു താല്പര്യങ്ങളും ഇല്ല. മേഴ്സിക്കുട്ടിയമ്മ മാഡം എന്ന് പറഞ്ഞാൽ വളരെ മുതിർന്ന ലീഡറാണ്. എൻ്റെ അമ്മയെക്കാട്ടിലും പ്രായമുള്ള, റെസ്പെക്ട് ഹർ എ ലോട്ട്. ഇതിലൊന്നും ഒരു ഡിസ്റെസ്പെക്റ്റോ ഒന്നുമില്ല. എന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ തിരിച്ചൊരു വാക്ക് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ SC/ST ഡിപ്പാർട്ട്മെന്റിന് അതിനകത്തുള്ള ഒരു ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇദ്ദേഹമായിട്ടുള്ള എൻ്റെ തർക്കത്തിൻ്റെ വിഷയം, അതൊക്കെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുക. ആ കമൻറ്റിൻ്റെ താഴെ ഏതോ ഒരാൾ വന്ന് പറയാണ് മേഴ്സിക്കുട്ടിയമ്മയുടെ കമൻറ്റിന് എന്താണ് അഭിപ്രായം. ആ സമയത്ത് ഞാൻ മറ്റ് മാധ്യമങ്ങളൊന്നും നോക്കുന്നൊന്നുമില്ല. എനിക്കറിയില്ല ഈ വിഷയമായിട്ട്. ഞാനിത് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം ഇവിടെ വന്ന് കമൻ്റ് അടിക്കുമ്പോഴാണ് അയാൾക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ അവിടെ ഇടുന്നത്. ഹൂ ഇസ് ദാറ്റ് എന്ന് കഴിഞ്ഞു, അവിടെ തീർന്നു. പക്ഷേ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഇതൊന്ന് നമ്മൾ നെറേറ്റീവ് സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, യാതൊരു ഡിസ്റെസ്പെക്റ്റും ഇല്ലാത്ത, മാഡമായിട്ട് ഒരു ബന്ധമുള്ള കമൻ്റ് അല്ല ഇത്. ഒരാൾ വന്ന് അവിടെ ഇട്ടതിന് ഞാൻ ഇട്ട കമന്റ്. ഏപ്രിൽ 24 അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അധ്യക്ഷയായ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി N പ്രശാന്തിനെ സർവീസിൽ തിരിച്ചെടുക്കാൻ ശുപാർശ നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ വിശ്വന്ത് സിൻഹയും KR ജ്യോതിലാലുമായിരുന്നു സമിതിയിലെ മറ്റു അംഗങ്ങൾ. അധികാരമാറ്റം വന്നു. ശാരദാ മുരളീധരൻ വിരമിച്ചതിന് പിന്നാലെ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റു. അട്ടിമറി. പ്രശാന്ത് വിമർശനം ഉന്നയിച്ച് ജയതിലകിനെതിരെ ആയതിനാൽ ഈ വിഷയത്തിൽ ജയതിലക് കമ്മിറ്റിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ഉചിതമല്ലെന്ന് കണ്ട് സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രാഗയുടെ പകരം ചുമതലപ്പെടുത്തി. എന്നാൽ ഈ ഉത്തരവ് മറികടന്ന് ജയതിലക് തന്നെ അധ്യക്ഷനായി പുതിയ സമിതി രൂപീകരിച്ചു. പിന്നെ മെയ് 5 നടന്നത് ഈ പുതിയ സമിതി യോഗം ചേർന്ന് പ്രശാന്തിനെ തിരിച്ചെടുക്കാനുള്ള പഴയ ശുപാർശ അങ്ങ് തള്ളി. അതായത് ശാരദാ മുരളീധരൻ ഒപ്പുവെച്ച ശുപാർശ തള്ളി. സസ്പെൻഷൻ 180 ദിവസത്തിലേക്ക് കൂടി നീട്ടാൻ തീരുമാനിച്ചു. അതായത് ഇപ്പോഴും പോര് തുടരുകയാണ്. ഇതിന് അന്ത്യമായിട്ടില്ല. കലക്ടർ ബ്രോയുടെ ഭാവി എന്തെന്ന് ചോദ്യചിഹ്നമാവുകയാണ്.